ഹലോ എവരിവൺ, ഏവർക്കും വിൻസ്പയറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് HST സിലബസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. HST ഇംഗ്ലീഷ് സിലബസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. HST ഇംഗ്ലീഷ് സിലബസ് ഇതുവരെ റിവൈസ് ചെയ്ത് വന്നിട്ടില്ല. പല ആളുകൾക്കുള്ള ടെൻഷനാണ്, സിലബസ് മാറും എന്ന് കേൾക്കുന്നുണ്ടല്ലോ, സോ എൻ്റെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇത്തരത്തിലുള്ള ടെൻഷൻ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് HSTയുടെ സിലബസ് മാറാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ സിലബസ് മാറുന്നു എന്ന് കരുതി പഠനം നീട്ടിവെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ്സിൽ ഞാൻ 2-3 കാര്യങ്ങൾ പറയും. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഫൈൻഡിങ്. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സിലബസ് ചേഞ്ചിങ് നമ്മളെ വലിയൊരു തലത്തിലേക്ക് സ്വാധീനിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ നമ്മുടെ നിലവിലെ സിലബസ് പ്രകാരം കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, ഈ സിലബസ് ചേഞ്ചിങ് എന്നുള്ളത് നമ്മളെ മാത്രം ബാധിക്കുന്ന സംഗതിയല്ല. ചേഞ്ച് എല്ലാവർക്കും ആണ്, അല്ലേ? ചേഞ്ച് ഫോർ ഓൾ. സിലബസ് ചേഞ്ച് ചെയ്യുന്നത് എനിക്കോ നിങ്ങൾക്കോ വേണ്ടി മാത്രമല്ല, ഈ ഒരു എക്സാം എഴുതുന്ന എല്ലാവരെ സംബന്ധിച്ചും HST സിലബസ് ചേഞ്ചിങ് ബാധകമാണ്. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സിലബസ് ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാവരും പഠനം മാറ്റേണ്ടി വരുന്നു, നമ്മളും പഠനം മാറ്റേണ്ടി വരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ടും നിലവിൽ നമ്മുടെ മുന്നിലുള്ള സിലബസ് വെച്ച് എന്തൊക്കെ പഠിക്കണം എന്നുള്ള പ്രിഫറൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ നമുക്ക് സിലബസായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പാർട്ട് എ, എല്ലാ HST എക്സാമുകൾക്കും പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. അതേപോലെ ഇംഗ്ലീഷിനും പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിൽ മൊഡ്യൂൾ 1, 2 ഇത് രണ്ടിലും വരുന്നത് GK ആണ്. റിനൈസൻസ് ഫ്രീഡം മൂവ്മെൻറ്റ്. ഇത് ഇന്ത്യയും കേരളവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ എല്ലാം നമ്മൾ പഠിക്കണം. ഇതിലൊന്നും കാതലായ മാറ്റമൊന്നും വരില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ സിലബസിൽ നിലനിർത്താനാണ് സാധ്യത. അതേപോലെ GK എന്ന് പറഞ്ഞിട്ടുള്ളൂ, ജനറൽ നോളജ്, അടിസ്ഥാന വിവരങ്ങൾ. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ചരിത്രം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട GKs എന്തും ചോദിക്കാമെന്നുള്ളതാണ്. ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു 5 മാർക്കിനുള്ള എക്സാമിന് 5 മാർക്കിനുള്ള മാർക്കൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതേപോലെ കറണ്ട് അഫേഴ്സ് മിക്കവാറും 2025 നമ്മുടെ എക്സാം വരെയുള്ള കറണ്ട് അഫേഴ്സ്, എക്സാമിന് മുന്നേ ഉള്ള 2 മാസം മുന്നേ ഉള്ള കറണ്ട് അഫേഴ്സ് ശ്രദ്ധിക്കുക. നിലവിലെ ഒരു പോക്കനുസരിച്ച് എക്സാമിന് മുന്നേ ഉള്ള തൊട്ട് മുന്നേ ഉള്ള മാസം വരെയുള്ള കറണ്ട് അഫേഴ്സ് നോക്കുന്നത് നല്ലതാണ്. ദെൻ പ്ലസ് 2024 കൂടി നോക്കണം. കറണ്ട് അഫേഴ്സ് 2024, അതിന് മുന്നേ ഉള്ള നോക്കേണ്ട ആവശ്യമില്ല. 2024-25 വർഷം ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക. അതിൽ തന്നെ നൊബേൽ സമ്മാനം, ഒളിമ്പിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് നൽകുക. നൊബേൽ, ഓസ്കർ അവാർഡ്, അതേപോലെ ലിറ്റററി അവാർഡ്സ് തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് നൽകുക. ദെൻ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. ഇതൊന്നും ഒരു കാരണവശാലും മാറില്ല. ഇതിലെന്തൊക്കെയാണോ നമ്മുടെ നിലവിലെ സിലബസിലുള്ളത് അതൊക്കെ തന്നെ ആയിരിക്കും തുടർന്നുള്ള സിലബസിലെല്ലാം നമുക്ക് ചോദിക്കാനുള്ളത്. പിന്നെ പുതിയ 2020 പ്രകാരമുള്ള വിദ്യാഭ്യാസ നയമുണ്ടല്ലോ, ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി, അത് പ്രകാരമുള്ള കുറച്ച് മാറ്റങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ദെൻ ഈ മൊഡ്യൂളിൽ വരുന്ന ബാക്കിയെല്ലാം നമുക്ക് അതേപോലെ ധൈര്യമായിട്ട് പഠിക്കാം. അപ്പോൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം, ഇനി സിലബസ് ചേഞ്ച് ചെയ്തിട്ട് പഠിക്കാം എന്ന് ചിന്തിക്കാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ പ്രിഫറൻസ് നൽകുക. ഇനി നമ്മുടെ സിലബസിലേക്ക് വരുമ്പോൾ പോയട്രി ആദ്യത്തെ 4 മൊഡ്യൂൾ, പോയട്രി, ഫിക്ഷൻ, ഡ്രാമ, ലിറ്റററി ക്രിറ്റിസിസം, ഈ മൊഡ്യൂളിൽ നിന്നൊക്കെയാണ് കൂടുതൽ നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷേക്സ്പിയറിൻ്റെ സോണറ്റിൽ നിന്നാണ് നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പോയട്രി ആകട്ടെ ഡ്രാമ ആകട്ടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷേക്സ്പിയറിൽ നിന്നാണ്. അപ്പോൾ ഷേക്സ്പിയർ ഒരുപാട് മികച്ച രചനകൾ നൽകിയിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സോണറ്റ് ആയാലും ഡ്രാമ ആയാലും ഉറപ്പായിട്ടും ചേഞ്ച് വരാൻ സാധ്യതയുള്ളതാണ്. സോ ഷേക്സ്പിയറിൻ്റെ 121 എന്ന സോണറ്റ് മിക്കവാറും ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് ജോൺ ഡണ്ണിൻ്റെയും ജോൺ മിൽട്ടൻ്റെയൊക്കെ പോംസ് മാറാൻ നല്ല സാധ്യതയുണ്ട്.
എന്നാൽ തോമസ് ഗ്രേയിലേക്ക് വരുന്ന സമയത്ത് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച്യാർഡ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കവിതയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അതിൽ വലിയ മാറ്റം വരില്ല. ദെൻ വാട്സ്വർത്തിലേക്ക് വരുന്ന സമയത്ത് ടിൻറ്റൺ അബേ, ഷെല്ലിയുടെ ടു എ സ്കൈലാർക്കൊക്കെ മാറാൻ ചെറിയ സാധ്യതകളെ കാണുന്നുള്ളൂ. സോ അത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അതേപോലെ കീറ്റ്സിൽ വരുമ്പോഴും അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. ടെന്നീസിൻ്റെ യുളീസസ് തന്നെയായിരിക്കും നിലനിർത്താൻ സാധ്യത. ബ്രൗണിങ്, ആർലോഡിലേക്ക് വരുന്ന സമയത്ത് ഈ പോംസിലേക്ക് ചെറിയ പോസിബിലിറ്റീസേ ഉള്ളൂ. അപ്പോൾ മാറും എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. എങ്കിലും ഒരു 90% മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഷേക്സ്പിയറിൻ്റെയും ഡണ്ണിൻ്റെയും മിൽട്ടൻ്റെയൊക്കെയാണ്. ബാക്കിയുള്ളത് മാറാൻ സാധ്യത കുറവാണ്. ദെൻ ഈ ഒരു സെഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും WB ഈറ്റ്സ്, സിൽവിയ പ്ലാത്ത്, ടാഗോർ, നസീം ഇസിക്കൽ തുടങ്ങിയ എഴുത്തുകാരുടെയൊക്കെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള പോംസ് വരുന്നുണ്ട്. സിൽവിയ പ്ലാത്തിൻ്റെ മിക്കവാറും ഡാഡി നിലനിർത്തും കേട്ടോ, ഡാഡി നിലനിർത്തും, ബാക്കിയെല്ലാം ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. കമലാദാസിലേക്ക് വരുമ്പോൾ ആൻ ഇൻട്രൊഡക്ഷൻ മാത്രമല്ല, ഇപ്പോൾ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഉണ്ട്, അത് ചിലപ്പോൾ സിലബസിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ആൻ ഇൻട്രൊഡക്ഷൻ ഒഴിവാക്കിയിട്ട് അത് ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. സമ്മർ ഇൻ കൽക്കട്ടയിലെ ഏത് കവിത വേണമെങ്കിലും ഉൾപ്പെടുത്താം. ദെൻ രാമാനുജൻ്റെ ഒബീറ്റുറി ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഹോം ബറിയൽ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് അതൊക്കെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. എ ടെലിഫോൺ കോൺവേഴ്സേഷൻ മിക്കവാറും അങ്ങനെ തന്നെ നിലനിർത്താനാണ് സാധ്യത. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ടീച്ചിങ് ലേണിംഗ് എക്സ്പീരിയൻസ് അനുസരിച്ച് പറയുന്നതാണ്. നിങ്ങൾക്ക് ഇത് ആലോചിച്ചിട്ട് ശരിയാണെന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങൾക്ക് പഠന രീതിയിൽ ഇതിന് പ്രിഫറൻസ് കൊടുക്കാം. ബാക്കിയുള്ളത് പഠിക്കരുതെന്നല്ല, ഈ പറയുന്നതിന് കൂടുതൽ പ്രിഫറൻസ് നൽകിയാൽ നല്ലതായിരിക്കും. ദെൻ ഹൗസ് ഓഫ് 1000 ഡോർസ് അതും നിലനിർത്താൻ സാധ്യതയുണ്ട്. ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ അതും അതേപോലെ തന്നെ നിലനിർത്താനാണ് സാധ്യത. ദെൻ ആഫ്രിക്ക, അബോർജിനൽ ഓസ്ട്രേലിയ, ആഫ്രിക്കൻ റൈറ്റേഴ്സ്, അതേപോലെ ഓസ്ട്രേലിയൻ റൈറ്റേഴ്സ് പ്രശസ്തരായിട്ടുള്ള ഒട്ടനവധി പേരുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആകില്ല. ദെൻ ഡ്രാമയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്നുള്ളത് മാറാൻ നല്ല ചാൻസ് ഉണ്ട്. ഷെറിഡൻ്റെ സ്കൂൾ ഫോർ സ്കാൻഡൽ തന്നെയായിരിക്കും നിലനിർത്താൻ സാധ്യത. ദെൻ ഓസ്കാർ വൈൽഡിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് തന്നെ നിലനിർത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇബ്സൻ്റെ ഡോൾസ് ഹൗസ് നമുക്ക് പ്രതീക്ഷിക്കാം. ബെർണാഡ് ഷായുടെ പിഗ് മാലിയൻ അത് ചേഞ്ച് ചെയ്യാൻ ചെറിയൊരു സ്ലൈറ്റ് പോസിബിലിറ്റി കാണുന്നുണ്ട്. ദെൻ ജെയിംസ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ ഒരു പ്ലേ തന്നെ, ആ ഒരു റൈറ്ററിൻ്റെ പ്ലേ തന്നെ മാറാൻ സാധ്യതയുണ്ട്. സാമുവൽ ബെക്കയിൽ വരുന്ന സമയത്ത് വെയിറ്റിംഗ് ഫോർ ഗോഡോ പല കോഴ്സുകൾക്ക് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് അത് തന്നെ നിലനിർത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ആദർ മില്ലറിലേക്ക് വരുന്ന സമയത്ത് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ മാറാൻ സാധ്യതയുണ്ട്. ടെന്നീസ് വില്യംസിൻ്റെ ഗ്ലാസ് മെനാജറി മിക്കവാറും നിലനിർത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡല അത് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. ഗിരീഷ് കർണാടിൻ്റെ പ്ലേ നമുക്ക് എന്തായാലും ഉണ്ടാവും. അതൊരു പക്ഷേ ഹയവദന ആകാനും സാധ്യതയുണ്ട് കേട്ടോ. ഹയവദന ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. അവിടെയൊക്കെ ചേഞ്ച് വരാം. ഗിരീഷ് കർണാടിൻ്റെ 1-2 ഓപ്ഷൻസ് വരുന്നുണ്ട്, ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളത് വരുന്നുണ്ട്. ദെൻ ഇനി നമ്മൾ പ്രോസ് ആൻഡ് ഫിക്ഷനിലേക്ക് വരുമ്പോൾ ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേ ഉണ്ടാകും. ഓഫ് സ്റ്റഡീസ് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഒരുപാട് എസ്സേസ് അദ്ദേഹത്തിൻ്റെ വരുന്നുണ്ടാവും അല്ലേ. അതേപോലെ റിച്ചാർഡ് സ്റ്റീലിൻ്റെതും എസ്സേ ഉണ്ടാകും. ഇത് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ AG ഗാർഡനറിൻ്റെയും EM ഫോസ്റ്ററിൻ്റെയും എസ്സേസ് ഉൾപ്പെടുന്നു എങ്കിൽ ഇതേ സെയിം എസ്സേ തന്നെ ആയിരിക്കും ചോദിക്കുക കേട്ടോ. ഇതേ സെയിം എസ്സേ തന്നെ ആയിരിക്കും ചോദിക്കുക. അതേപോലെ ബർട്ടൺ റസലിൻ്റെയും ഒരുപാട് എസ്സേസ് ഉണ്ട്. പക്ഷേ ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ നിലനിർത്താൻ കുറച്ചുകൂടി സാധ്യത കൂടുതലാണ്. നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ആ ഒരു എസ്സേ നമ്മൾ അറിയേണ്ടതാണ്. അതുകൊണ്ട് ബർട്ടൺ റസലിൻ്റെയും ഡോക്ടർ രാധാകൃഷ്ണൻ്റെയും എസ്സേസ് വരുന്ന സമയത്ത് അവിടെ വലിയ മാറ്റം വരില്ല. അപ്പോൾ ഈ അവസാനം പറഞ്ഞ 4 എസ്സേസിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. എന്നാലും എനിക്കൊരു ഡൗട്ട് ഉള്ളത് ബർട്ടൺ റസലിൻ്റെ ഒരു കാര്യത്തിൽ മാത്രമാണ് കേട്ടോ. ദെൻ എമിലി ബ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് വെതറിംഗ് ഹൈറ്റ്സ് അത് ഉറപ്പായിട്ടും നമ്മൾ പഠിക്കേണ്ട ഒരു ഗോത്തിക് നോവലാണ് എമിലി ബ്രൗണ്ടിയുടെ. അത് നമുക്ക് ഉൾപ്പെടുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ആദ്യത്തെ 3 നിലനിർത്താനാണ് കൂടുതൽ സാധ്യത. ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, ജോർജ് ഓർവെലിൻ്റെ അനിമൽ ഫാം, ഇത് 3 നിലനിർത്താൻ സാധ്യതയുണ്ട്. അവസാനം പറഞ്ഞ 3 ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ചിലപ്പോൾ നിലനിർത്തും. അതൊരു ഇന്ത്യൻ റൈറ്ററിൻ്റെ എന്ന നിലയ്ക്ക് അത് നിലനിർത്തും. ബാക്കിയുള്ളതെല്ലാം ചേഞ്ച് ആകാൻ ചെറിയ സാധ്യതയുണ്ട്. അത് ചേഞ്ച് ചെയ്തിട്ട് കുറച്ചുകൂടി
ഡയസ്പോറിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് കേട്ടോ. ഡയസ്പോറിക് അല്ലെങ്കിൽ കൾച്ചറിനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും എസ്സേസ്, ഡയസ്പോറിക്, അതേപോലെ LGBTQ ആയിട്ട് ബന്ധപ്പെട്ട എസ്സേസോ മറ്റു കാര്യങ്ങളോ ഇവിടെ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ലിറ്റററി ക്രിറ്റിസിസത്തിലും വരാം. ദെൻ മൊഡ്യൂൾ 4 വരുമ്പോൾ നമുക്കൊരു 9 ലിറ്റററി ക്രിറ്റിസിസമായിട്ട് ബന്ധപ്പെട്ട വർക്ക്സ് നമുക്ക് സിലബസിൽ തന്നിട്ടുണ്ട്. ബാക്കി താഴെ തന്നിട്ടുള്ളത് ചില ടേംസ് ആണ്. MS എബ്രാംസിൻ്റെ ഗ്ലോസറിയിൽ പറയുന്ന കുറച്ച് ടേംസ് ആണ് താഴെ തന്നിട്ടുള്ളത്. ഒരു മിനിറ്റ്, പേജ് മാറി. കുറച്ച് ടേംസ് ആണ് താഴെ തന്നിരിക്കുന്നത്. സോ ഈ ടേംസ് നിങ്ങൾ അതേപോലെ നോക്കി വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്നും ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ തന്നെ നമ്മൾ ആ ടേംസ് നോക്കി വെക്കുക കേട്ടോ, അത് സ്കിപ്പ് ചെയ്യണ്ട. ലിറ്റററി ക്രിറ്റിസിസത്തിലേക്ക് വരുമ്പോൾ രസധ്വനി, ഇത് ഇന്ത്യൻ എസ്തെറ്റിസമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും പഠിക്കണം. ഇന്ത്യൻ എസ്തെറ്റിസം പഠിക്കുന്ന സമയത്ത് എന്തായാലും രസധ്വനി, സ്ഫോട പോലുള്ള തിയറീസൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ അത് നിർബന്ധമായിട്ട് നമുക്ക് പഠിക്കണം. ദെൻ അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് ചോദിക്കില്ലേ? ചോദിക്കും. വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ് ചോദിക്കാവുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ മിക്കവാറും ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. ബയോഗ്രഫി ആൻഡ് ലിറ്റററിയിലെ ചാപ്റ്റർ 4ൻ്റെ പ്രത്യേകത നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചേഞ്ച് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അർണോൾഡിൻ്റെ സ്റ്റഡി ഓഫ് പോയട്രിയും ചേഞ്ച് ചെയ്യാവുന്നതാണ്. പോയട്രിയെക്കുറിച്ച് കുറേ വിമർശനങ്ങൾ വന്നപ്പോൾ അതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റഡി ഓഫ് പോയട്രി. അതൊരു ഡിഫെൻസ് കൂടിയാണ് അല്ലേ, ഡിഫെൻസ് കൂടിയാണ്. സോ അതുകൊണ്ട് അതിൽ നിന്നും ചെറിയ മാറ്റങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നുള്ളൂ. എന്നാൽ TS എലിയറ്റിലേക്ക് വരുമ്പോൾ ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻറ്റ്, ഈ ഒരു ആർട്ടിക്കിൾ നിർബന്ധമായിട്ടും ഒരു ടീച്ചർ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ സാധ്യതയില്ല. ദെൻ അടുത്ത 8, 9 അതിൽ ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ, അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡീസ്, LGBTQ അതടക്കമുള്ള പുതിയ ട്രെൻഡുകൾ, ലിറ്ററേച്ചറിലെ പുതിയ ട്രെൻഡുകളുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് സിലബസ് റിവൈസ് ചെയ്യാൻ ഈ ഒരു മേഖലയിൽ നല്ല സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ സിലബസ് ചേഞ്ചിനുള്ള സാധ്യത കാണുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ സാധ്യത ഉള്ളത് ഇവിടെയാണ് കേട്ടോ. ഇനി നമ്മൾ അങ്ങോട്ട് പോകും തോറും അവിടെ ചേഞ്ച് ചെയ്യാനുള്ള സ്പേസ് കുറവാണ്. ഫോണറ്റിക്സ്, ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ വരുന്ന സമയത്ത് ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവയെല്ലാം നമ്മൾ പഠിച്ചേ പറ്റൂ. അവിടെയൊന്നും വലിയ ചേഞ്ചസ് വരാൻ സാധ്യതയില്ല. ദെൻ മോഡേൺ ഇംഗ്ലീഷ് യൂസേജിൽ വരുമ്പോഴും അതേ സംഗതി നമുക്ക് കാണാം. ഈ യൂസേജ് വളരെ പ്രൈമറി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്, ഒരു നഷ്ടവുമില്ല. ബേസിക് ഗ്രാമർ, അവിടെ എന്ത് മാറ്റം വരാനാണ്, അതെല്ലാം അതേപോലെ തന്നെ നിലനിർത്തും. ദെൻ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിൽ വരുമ്പോഴും അവിടെ പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ ആദ്യത്തെ 4 മൊഡ്യൂളിലാണ് മിക്കവാറും മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളത്. എന്നാൽ അതിൽ നമുക്ക് മാറ്റില്ല എന്ന് ഉറപ്പുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. ഞാൻ അതാണ് നിങ്ങളോട് പങ്കുവെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ സിലബസിലെ 4 മൊഡ്യൂളുകളിലാണ് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു 4 മൊഡ്യൂളിലാണ് പ്രതീക്ഷിക്കാവുന്നത്. ബാക്കി ഇപ്പുറത്ത് മൊഡ്യൂൾസ് കിടപ്പുണ്ട് അല്ലേ, ബാക്കി മൊഡ്യൂൾസ് ഇപ്പുറത്ത് കിടക്കുകയാണ്. ബാക്കി 4 മൊഡ്യൂൾ അവിടെ വലിയ മാറ്റങ്ങൾ വരില്ല. സോ ഈ 4 മൊഡ്യൂൾ നമുക്ക് ആദ്യം തന്നെ പഠിച്ച് മാറ്റി വെക്കാം. ദെൻ ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ ഷുവറുള്ള കുറച്ച് ടോപ്പിക്സ് പ്രിഫറൻസ് കൊടുക്കുക, അത് പ്രിഫറൻസ് കൊടുത്ത് പഠിക്കുക. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് പാർട്ട് എയിലെ GK പ്ലസ് കറണ്ട് അഫേഴ്സ്. ഒരു ഇംഗ്ലീഷ് ടീച്ചർ എന്ന നിലയ്ക്ക് നമുക്ക് GKയും കറണ്ട് അഫേഴ്സും വലുതായിട്ട് ടച്ച് ഉണ്ടാവില്ല. സോ അതെല്ലാം കൃത്യമായിട്ട് ടച്ച് ഉണ്ടാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ തുടർന്ന് വിൻസ്പയറിലൂടെ കുറച്ച് MCQ സീരീസ് ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹമുണ്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവണമെന്ന് അറിയില്ല. കാരണം അല്ലാതെ കുറച്ച് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളായിട്ട് എൻഗേജഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻസ്പയറിൽ ക്ലാസ് ചെയ്യാത്തത്. ഇതിനു മുന്നേ നമ്മൾ SCRT ക്ലാസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കുറേയൊക്കെ ടോപ്പിക്സ് SCRT ക്ലാസ്സുകളും കുറച്ച് PYQ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ SCRT ക്ലാസ് നമുക്ക് പാർട്ട്
1-ൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഞാൻ റിഫൈൻഡ് ചെയ്ത് കുറച്ച് PYQs മാത്രമായിട്ട് പാർട്ട് 1-ൻ്റെയും പാർട്ട് 2-ൻ്റെയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വിൻസ്പയറിന് വേണ്ടത് നിങ്ങളുടെ പിന്തുണയാണ്. ഒരു യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ടാണ് ഏറ്റവും മെയിൻ. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് അങ്ങോട്ട് ക്ലാസ്സുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ പുതിയ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.